എങ്ങനെയാ നിങ്ങളോടൊക്കെ വല്ലതും മിണ്ടാറൊക്കെ ഉണ്ടോ? ഇതിൽ ഇറങ്ങി വരുമ്പം സംസാരിക്കുക എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല സംസാരിക്കുകയൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങ് പോകും. രാവിലെ മുഖം ഇങ്ങനെ ഇങ്ങനെ മണങ്ങിയിട്ട് പോകുന്ന പോലെ മുഖം താഴത്തോട്ട് ആക്കിയിട്ട് എപ്പോഴും ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകുന്നതാണ്. വേറെ അങ്ങനെ ഇതൊന്നും ഇല്ല. പിന്നെ ഇന്ന് രാവിലെയാണ് 7:30 ഇങ്ങനെ വല്യേച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ടീം ഇങ്ങനെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് അവിടുന്ന് ഇറങ്ങിയിട്ട് വരുന്നതാണ്. അന്നേരം ഇവരെ മുഖത്തെല്ലാം ഇങ്ങനെ മുഖം മൂടിയെല്ലാം കെട്ടി ബേക്കിൽ കൈയെല്ലാം വിലങ്ങ് വെച്ചിട്ടാണ് ഇറക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. നമ്മൾ വിചാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും MDMA ഇപ്പം കാണുന്ന MDMA കഞ്ചാവ് അങ്ങനെയാറ്റം പിടിച്ചിട്ടേറ്റം കൊണ്ടുപോകുന്ന ഒരു ബാഗും ഉണ്ടായിരുന്നു. അങ്ങനെയാറ്റം അതിലാറ്റം എന്തോ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ പിന്നെ ക്ലാസ്സിലെത്തിയവരുണ്ട്, ഇങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അവിടെ ക്ലാസ്സിലെത്തിയവരുണ്ട് ന്യൂസിൽ കാണുന്നു, ഇങ്ങനെ എടുത്തം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇന്നേരാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാണ് സംഭവം ആയിട്ട്. എന്നാലും ഭയങ്കര ഞെട്ടിപ്പോയിനു. ഇങ്ങനത്തെ തൊട്ടടുത്ത ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ഒരാളേനു. അവറാണ് ഇങ്ങനെ ഇതാണ്. ഇന്നലെ അടുത്ത വീട്ടിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടി കയറി വരുമ്പോൾ ഇങ്ങനെ വീഡിയോ വെച്ചുകൊണ്ട് ആശാരി പണി എടുക്കുന്നുണ്ടേനു. അങ്ങനത്തെ ഒരാളെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ച് കാണുമ്പോൾ ഒരു പിന്നെ ഇവിടുത്തെ ആളുമായിട്ടൊന്നും അങ്ങനെ ഇവർക്ക് കമ്പനി ഒന്നുമില്ല. അങ്ങനെ പുറത്തുള്ള ഏതെല്ലാം ആളെ ബൈക്കിലാണ് വരുന്ന ആള്, അങ്ങനെ പോകുന്ന ആള്, അങ്ങനെ ഇവിടുത്തെ ആളുമായിട്ടൊന്നും അങ്ങനെ കമ്പനി ഒന്നുമില്ല. നമ്മളുമായിട്ടൊന്നും അങ്ങനെ ഇവിടുത്തെ ചെറുപ്പക്കാരുമായിട്ടൊന്നും അങ്ങനെ കമ്പനി ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കാണും, ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മളെ മുഖം കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തലയാട്ടു, അത്രേ ഉള്ളൂ. അങ്ങനെ വേറെ വർത്താനമൊന്നുമില്ല. അങ്ങനെ കയറി പോകുന്ന അത്രേ ഉള്ളൂ. ഈ സാധാരണ സ്ത്രീകൾ ഒരു വീട്ടിൽ താമസിച്ചാൽ ആ വീട്ടിലെ ആളുകളോട് പരിചയപ്പെടാറുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അത്തരം അയൽവക്കംകാരുകളുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ആ സ്ത്രീ, ഈ സവാദിന്റെ ഭാര്യ, വീട്ടിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല എന്ന് പറയുന്നു. വാടകച്ചീട്ടടക്കമുള്ള കാര്യങ്ങൾ അവരുടെ പേരിലാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇവിടെ ഒരു ഒളിവ് ജീവിതം എന്ന രീതിയിൽ തന്നെയാണ് ഈ തിരിച്ചറിയൽ രേഖകളടക്കം മാറ്റി നൽകി ആ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നു. കൃത്യമായൊരു ആസൂത്രണം ഇതിന്റെ പിന്നിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്.